ഇന്ന് ഉത്രാടാണ്. അപ്പൊ ഇന്ന് ഇവിടെയാണ് ഫസ്റ്റിൽ ഓണം. നാളെ അവിടെ ഏട്ടന്റെ വീട്ടിലെ ഇമ്മേന്റെ വീട്ടിലും ഓണമാണ്. അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഉത്രാടം വിശേഷങ്ങളൊക്കെയാണ്. അങ്ങനെ ഇന്ന് നല്ലൊരു ഓണം ഉത്രാടൊക്കെ ആയിട്ട് നല്ല മഴയാണ്. അപ്പോൾ മഴയ്ക്ക് ചെറിയൊരു ചോർച്ചയുണ്ട്. ഇപ്പോൾ രാവിലെ തന്നെ പൂവിട്ടത് അമ്മ കേട്ടോ. അങ്ങനെ എൻ്റെ തുടക്കൽ പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ അമ്മനോട് ഇന്ന് ആദ്യമേ പറഞ്ഞ് കുളിച്ചിട്ട് അടുക്കള കയറിയാൽ മതിയെന്ന്. അങ്ങനെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് അപ്പോഴേക്കും അമ്മ അവിടെ പച്ചക്കറിയൊക്കെ മുറിച്ച് വെച്ചിന്. ഇനി അതൊക്കെ നമുക്ക് ജസ്റ്റ് കുക്ക് ചെയ്താൽ മതി. അപ്പോൾ അത് ആ പച്ചടീൻ്റെയും പിന്നെ അതേപോലെ തന്നെ കൂട്ടുകറീൻ്റെ ഒക്കെ അമ്മ അവിടെ സെറ്റ് ആക്കുന്നുണ്ട്. പിന്നെ ഞാൻ വേഗം പുളിങ്കറിക്കുള്ള പുളി പീയുന്നുണ്ട്. പിന്നെ അവിടെ ഉലുവ വറക്കുന്നുണ്ട്. പിന്നെ ഓരോരോ പണികൾ ഇങ്ങനെ ഓരോന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ പിന്നെ അധികം ഗ്യാസ് മേലെ തന്നെയാണ് വെക്കാറ്. അടുപ്പ് മേലെ അങ്ങനെ യൂസ് ചെയ്യാറില്ല. അമ്മയ്ക്ക് ഈ ആസ്മേൻ്റെ പ്രോബ്ലം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. പിന്നെ ഞാൻ ആ പച്ചടിയിലേക്കുള്ള തേങ്ങയൊക്കെ അരച്ച് കഴിഞ്ഞപ്പോൾ ഇനി അതൊക്കെ ഞാൻ മിക്സ് ചെയ്ത് ചേർക്കാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നാളെ അവിടെ വല്യമ്മേൻ്റെ വീട്ടിലാണ് ഉണ്ടാവുക. പിന്നെ ഞങ്ങൾക്ക് ഇന്ന് സദ്യ ഒന്നല്ല കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ ആർക്കും മീനില്ലാഞ്ഞാൽ പറ്റില്ല. മീനോ ചിക്കനോ എന്തെങ്കിലും ഒന്ന് വേണം. ഒരു പച്ചക്കറി ആയാലും ആർക്കും വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നല്ലൊരു ഓണമായിട്ട് നമുക്ക് നല്ലപോലെ ഭക്ഷണമൊക്കെ കഴിക്കണമല്ലോ. അങ്ങനെ അതുകൊണ്ട് ഞാൻ പിന്നെ ആ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളെ പച്ചടിയൊക്കെ സെറ്റാക്കി അതൊക്കെ തൈരും ഇതൊക്കെ ആക്കി പിന്നെ അവിടെ പുളിങ്കറിയൊക്കെ സെറ്റ് ആവുന്നുണ്ട്. ഇനി അടുത്ത പരിപാടി നമ്മളെ കൂട്ടുകറിക്ക് വേണ്ട തേങ്ങയും കാര്യങ്ങളൊക്കെ അരക്കലും ഇതാക്കലൊക്കെയാണ്. അപ്പോഴേക്ക് നമ്മളെ കായും കടലൊക്കെ അവിടെ വേവിച്ചിന്. പിന്നെ അമ്മ ഉപ്പേരിക്കുള്ളത് കരിഞ്ഞ് തന്നിന്. കൂട്ടുകറിക്ക് ഇടാൻ വറുക്കുന്നുണ്ട് തേങ്ങ. എല്ലാതും ഇങ്ങനെ ഗ്യാസിൻ്റെ 3 അടുപ്പിലും ഇങ്ങനെ വേഗം പോകുന്നൊക്കെ ഉണ്ട്. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചോറ് വെക്കാമെന്ന് വിചാരിച്ച് പിന്നെ അവിയലിന് വേണ്ട തേങ്ങയൊക്കെ അരയ്ക്കുന്നുണ്ട്. ഉപ്പേരി റെഡി ആവുന്നുണ്ട്. അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ മുറിച്ചൊക്കെ വെച്ചിന്. ഇനി വേഗം ചിക്കൻ ഞാൻ വേഗം മസാലയൊക്കെ തേച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് സമയം ഒന്ന് അതൊക്കെ ഒന്ന് പിടിക്കാനും റെഡി ആവാനൊക്കെ വേണ്ടിയിട്ട്. ഇപ്പോൾ സമയം ഒരു 12 മണിയൊക്കെ ആവാനായിട്ടുണ്ടാവും കേട്ടോ. വലിയമ്മയും ചേച്ചിയൊക്കെ ഇവിടെ വന്നിട്ട് എല്ലാവരും ഇവിടെ ഒക്കെ തന്നെ ഉണ്ട്. അങ്ങനെ പിന്നെ ഇതാ ചിക്കനൊക്കെ റെഡിയായി. ഇനി അവിയലിൻ്റെ കാര്യങ്ങളും കൂടെ ഒന്ന് മാത്രമൊക്കെ ഒന്ന് സെറ്റായാൽ മതി. പിന്നെ ഇതാ പപ്പടമൊക്കെ കാച്ചി ഇനി ഏട്ട പണിക്ക് പോയതാണ്. അപ്പോൾ ഏട്ട വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിക്കും. അങ്ങനെയൊക്കെയാണ് ഇതാവുന്നത്. ചോറ് വെക്കാത്തതുകൊണ്ട് വല്യമ്മ വന്നപ്പം വല്യമ്മ പറഞ്ഞു ഞാൻ അടുപ്പിൽ ചോറ് വെച്ചതാണ്. അങ്ങനെ ചോറ് വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മീൻ വാങ്ങിയപ്പോൾ അതിൻ്റെ മീൻ പൊരിച്ചപ്പം അതിൻ്റെ വാലും തലയും കൂടെ എടുത്തിട്ട് മുളക് കറി വെക്കുന്നുണ്ട്. പിന്നെ ഇതാ ചേച്ചിയും മോളാണ്. പിന്നെ ഇതാ ഏട്ടനും എൻ്റെ മോനും എല്ലാവരും ഉണ്ട് ഇവിടെ, അനിയനും. ഞങ്ങളിങ്ങനെ ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് കുട്ടികളുണ്ടാവുമ്പോൾ നല്ല രസമില്ല. വെറുതെ ഇങ്ങനെ ദേഷ്യമൊക്കെ പിടിപ്പിച്ച് ഇവർ ഇപ്പോൾ സ്കൂളിലെ കഥകളും അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ എല്ലാവർക്കും കോളേജും ഇതൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ കാണലും സംസാരിക്കലൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര കുറവാണ്. ഞാനാണെങ്കിലും ട്യൂഷൻ ഉണ്ട്, അവരാണെങ്കിലും അങ്ങനെ തന്നെ. പണ്ടത്തെ പോലെ ഇപ്പം തൊട്ടടുത്താണ് വീട്, പക്ഷെ എന്നാലും അങ്ങോട്ട് പോകല് തോന്നില്ല. അപ്പോഴേക്കും ഇലയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഏട്ടനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഏട്ടൻ വന്നു കഴിഞ്ഞാൽ ചോറ് വേണം. ചോറ്, പരിപ്പ് കറി, മീൻകറി, ഉപ്പേരി, അവിയല്, കൂട്ടുകറി, പിന്നെ നമ്മുടെ പച്ചടി, പിന്നെ പുളി. പിന്നെ നമ്മൾ കേദർ മീൻ പൊരിച്ചത്. പിന്നെ ഞങ്ങൾ എല്ലാവരും ഇരുന്ന് ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു. കാരണം ഏട്ടന് പണി കഴിഞ്ഞില്ല. അപ്പോൾ ഏട്ടൻ പറഞ്ഞു നിങ്ങൾ കഴിച്ചോ, അപ്പോഴേക്കും ഞങ്ങൾ വരാമെന്ന്. അപ്പോൾ ആദ്യം തന്നെ ഞാനും മാളും ഏട്ടൻ്റെ മോനും അനിയനും കൂടെ ഫുഡ് കഴിക്കായിരുന്നു. പിന്നെ അതിന് ശേഷം അമ്മയും പിന്നെ അതേപോലെ ചേച്ചിയും പിന്നെ വല്യമ്മയും കൂടെയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കണത്. അങ്ങനെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ശേഷമാണ് പിന്നെയാണ് ഏട്ടനും പിന്നെ അതേപോലെ ചേച്ചീൻ്റെ മോനും വന്നത്. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അടുക്കളയ്ക്ക് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. രാത്രിയാണെങ്കിൽ നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നത്. പിന്നെ രാവിലെ ആകുമ്പോൾ വലിയ പണികളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ കുറച്ച് നേരം കൂടെ സംസാരിച്ച് പിന്നെ എല്ലാവരും അവർ വീട്ടിലേക്കൊക്കെ പോയി. ഞാനും പിന്നെ കുറച്ച് സമയമൊക്കെ കിടന്നുറങ്ങി. ഇത്രയേ ഉള്ളൂ ചെറിയൊരു ഉത്രാടം വിശേഷം. ഈ ഒരു ചെറിയ